ഹലോ എവരിവൺ. ഇന്ന് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐഗൺ വാല്യൂസിൻ്റെയും പ്രത്യേകതകളെ കുറിച്ചിട്ടാണ്. അതുപോലെ എന്താണ് കെയ്ലി ഹാമിൽട്ടൺ തിയറം. ഈ രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഈ സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഐഗൺ വാല്യൂസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എ എന്ന് പറയുന്നത് ഒരു n/n മാട്രിക്സ് ആണെന്ന് വിചാരിക്കാം. Let A be an n/n matrix, okay, and let lambda be an eigenvalue of A. അപ്പോൾ A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഒരു ഐഗൺ വാല്യൂ ലാംഡ ആണ് എന്ന് വിചാരിക്കും. A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ഐഗൺ വാല്യൂ ആണ് ലാംഡ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിന് പറയാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് ഒരു ഐഗൺ വാല്യൂ ആണ്. ഒരു കാര്യം, ജനറലി നമുക്ക് ഒരു ഐഗൺ വാല്യൂ എടുക്കുന്നതിന് പകരം എ എന്ന് പറയുന്ന n/n മെട്രിക്സ് ആണല്ലോ, അപ്പോൾ നമുക്കിത് ലാംഡ ഐ എന്ന് വിളിക്കാം. ലാംഡ ഐ be the eigen values of A. അപ്പോൾ ലാംഡ 1, ലാംഡ 2 എക്സെട്ര ലാംഡ n ഐഗൺ വാല്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ അതെല്ലാം ഡിസ്റ്റിൻറ്റ് ആയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചിലത് ഈക്വൽ ആയിട്ട് വരാം. അപ്പോൾ ഐഗൺ വാല്യൂസ്, അപ്പോൾ ജനറലി ദീസ് ആർ ദി ഐഗൺ വാല്യൂസ് ലാംഡ 1, ലാംഡ 2 എക്സെട്ര ലാംഡ n. അപ്പോൾ നമുക്ക് n ഐഗൺ വാല്യൂസ് കിട്ടും. ഡിസ്റ്റിൻറ്റ് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ ഈക്വൽ ആവാം. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ്. പ്രോപ്പർട്ടീസ്, ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പറയുന്ന ഇതാണ്, അതായത് സം ഓഫ് ദി ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ട്രേസ് ഓഫ് എ. അതായത് നമുക്ക് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡയഗണൽ എൻട്രീസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും അതിൻ്റെ ഐഗൺ വാല്യൂസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സം ഓഫ് ദി ഐഗൺ വാല്യൂസ് ഇസ് ഈക്വൽ ടു ട്രേസ് ഓഫ് എ എന്ന് പറയാൻ പറ്റും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ് ആണ്. പ്രൊഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ്, പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ലാംഡ 1, ലാംഡ 2 എക്സെട്ര ലാംഡ n ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ ആയിരിക്കും. അപ്പോൾ ഐഗൺ വാല്യൂസ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് തന്നെയായിരിക്കും. ഓക്കെ, അടുത്തത് ലാംഡ ഐ റേസ് ടു n is എന്ന് എഴുതുന്നില്ല, ലാംഡ ഐ ടു ദി പവർ k is an eigenvalue of a to the power k. അതായത് ഇപ്പോൾ എയുടെ ഒരു ഐഗൺ വാല്യൂ ലാംഡ ഐ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എയുടെ പവർ, ഇപ്പോൾ എ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ ലാംഡ ഐ സ്ക്വയർ എടുത്താൽ മതിയോ, എ ക്യൂബിൻ്റെ ഐഗൺ വാല്യൂ കാണാൻ ലാംഡ ഐ ക്യൂബ് എടുത്താൽ മതിയോ. അങ്ങനെ ജനറലി എ ടു ദ പവർ കെയുടെ ഐഗൺ വാല്യൂ എന്തായിരിക്കും, ലാംഡ ഐ ഓൾ ടു ദി പവർ കെ ആയിരിക്കും. ഓക്കെ, അതുപോലെ ലാംഡ ഐ ഈസ് ദ ഐഗൺ വാല്യൂ ഓഫ് എ ട്രാൻസ്പോസ്. അതായത് എയുടെ ഐഗൺ വാല്യൂ ആണ് ലാംഡ ഐ, അപ്പോൾ അതേ ലാംഡ ഐ തന്നെ ആയിരിക്കും ഏത് എ ട്രാൻസ്പോസിൻ്റെ ഐഗൺ വാല്യൂ അത് തന്നെ ആയിരിക്കും നമുക്ക് പറയാം. അപ്പോൾ ലാംഡ ഐ ഇസ് ദ ഐഗൺ വാല്യൂ ഓഫ് എ ട്രാൻസ്പോസ് ആയിരിക്കും. അതായത് മെട്രിക്സിൻ്റെയും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെയും ഐഗൺ വാല്യൂസ് എല്ലാം എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് ഫിഫ്ത്ത് പ്രോപ്പർട്ടി നമ്മൾ പറയുന്നത് സം കെ ടൈംസ് എ, അതായത് കെ ലാംഡ ഐ ഇസ് ദി ഐഗൺ വാല്യൂ ഓഫ് കെ ടൈംസ് എ. അപ്പോൾ എയുടെ ഐഗൺ വാല്യൂ ലാംഡ ഐ ആണെങ്കിൽ കെ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ കെ ടൈംസ് ലാംഡ ഐ ആയിരിക്കും. ഓക്കെ, അടുത്തത് if A is non-singular, അതായത് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ് എന്ന് വിചാരിക്കുക. ഇഫ് എ ഇസ് നോൺ സിംഗുലർ then 1 by lambda I is
is the eigenvalue of A inverse. അപ്പോൾ എയുടെ ഐഗൺ വാല്യൂ ലാംഡ ഐ ആണെങ്കിൽ എ ഇൻവേഴ്സിന്റെ ഐഗൺ വാല്യൂ 1 ലാംഡ ഐ ആയിരിക്കും, പ്രൊവൈഡഡ് എ ഇസ് നോൺ സിംഗുലർ. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രോപ്പർട്ടീസ് ഇത്തരം പ്രോപ്പർട്ടീസ് ആണ്, ഈ 6 പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി ഈ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഞാൻ എളുപ്പമുള്ള ഒരു 1-2 ക്വസ്റ്റ്യൻസ് എഴുതാം. Okay, first question. If 2 minus 1 0 are the eigenvalues of a 3 by 3 matrix, then find the eigenvalues of these are the options: a square minus a plus I 3 times a plus 2i inverse and a transpose. ഓക്കെ, അപ്പോൾ എയുടെ ഐഗൺ വാല്യൂസ് നമുക്കറിയാം, 2 minus 1 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് 2-3 കണ്ടീഷൻസ് തന്നിട്ടുണ്ടല്ലേ, അപ്പോൾ ഓരോന്നിൻ്റെയും നോക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ സ്ക്വയർ മൈനസ് എ പ്ലസ് ഐ, അതുപോലെ 3a, അതുപോലെ a plus 2i ഇൻവേഴ്സ്, എ ട്രാൻസ്പോസ്, ഇതിൻ്റെയൊക്കെ ഐഗൺ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വൺ, ഇപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും ഒരു റിസൾട്ടും കൂടി പറയേണ്ടതായിരുന്നു, അത് ഞാൻ റിസൾട്ടും കൂടി എഴുതാം. അതായത് ഇതിൻ്റെ ഒരു ജനറൽ കേസ് ഉണ്ട്, നമ്മൾ ഈ ലാംഡ ഐ ഈ പറഞ്ഞതെല്ലാം കൂടെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. അതായത് പി ഓഫ് ലാംഡ ഐ is the eigenvalue of P of A, where P of A is equal to, P of A എന്ന് വെച്ചാൽ എയിലുള്ളൊരു പോളിനോമിയലാണ്. അപ്പോൾ ജനറലി ഇങ്ങനെ എഴുതാം: an a to the power n plus an minus 1 a to the power n minus 1 plus etc plus a naught I. അതായത് എയിലുള്ള ഒരു പോളിനോമിയലാണ് പി. ഈ എയിലുള്ള ഒരു പോളിനോമിയലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനകത്ത് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ പി ഓഫ് എയുടെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ചെയ്താൽ മതി, ആ ഐഗൺ വാല്യൂ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ എ എൻ ലാംഡ ഐ ടു ദി പവർ എൻ, എ എൻ മൈനസ് 1 ലാംഡ ഐ ടു ദി പവർ എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എ നോട്ട് എന്ന് പറയുന്നതായിരിക്കും പി ഓഫ് എയുടെ ഐഗൺ വാല്യൂ എന്ന് പറയും. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഐഗൺ വാല്യൂ ഓഫ് എ സ്ക്വയർ മൈനസ് എ പ്ലസ് ഐ ആണ്. അപ്പോൾ ഐഗൺ വാല്യൂസ് ഓഫ് എ എന്ന് പറയുന്നത് 2 minus 1 0 ആണ്. അതുകൊണ്ട് തന്നെ ഐഗൺ വാല്യൂസ് ഓഫ് എ സ്ക്വയർ മൈനസ് എ പ്ലസ് ഐ എന്ന് പറയുന്നത് ഈ എയുടെ സ്ഥാനത്തേക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഫസ്റ്റ് വൺ. അപ്പോൾ 2 സ്ക്വയർ മൈനസ് 2 പ്ലസ് 1 ഇത് ഒരെണ്ണം. അടുത്തത് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് മൈനസ് 1 പ്ലസ് 1 ഇത് ഒരെണ്ണം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് 0 സ്ക്വയർ മൈനസ് 0 പ്ലസ് 1. ഇവിടുത്തെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് 2 സ്ക്വയർ, 4 മൈനസ് 2 2 പ്ലസ് 1 3, ദെൻ 1 പ്ലസ് 1 2 ആൻഡ് 1 പ്ലസ് 1 3 തന്നെ കിട്ടും. മൈനസ് 1 സ്ക്വയർ 1 1 പ്ലസ് 1 2 2 പ്ലസ് 1 3 തന്നെയാണ് കിട്ടുക. ലാസ്റ്റ് അതായത് 1 എന്ന് കിട്ടും. അപ്പോൾ എ സ്ക്വയർ മൈനസ് എ പ്ലസ് ഐയുടെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് 3 3 1 ആണ്. ഇനി അടുത്ത് നോക്കാം ഏതാണ്. അടുത്തത് 3എയുടെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണം, റൈറ്റ്? 3എയുടെ. അപ്പോൾ ഐഗൺ വാല്യൂസ് ഓഫ് 3a എന്ന് പറയുന്നത് 3 ടൈംസ് എയുടെ ഐഗൺ വാല്യൂ ഒരെണ്ണം 2 ആണ്, 3 ടൈംസ് എയുടെ അടുത്ത ഐഗൺ വാല്യൂ -1 ആണ്,
3 ടൈംസ് അടുത്ത ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 6 മൈനസ് 3 0. ഇത് മൂന്നുമായിരിക്കും 3a ഐഗൺ വാല്യൂസ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് a പ്ലസ് 2i ഓൾ ഇൻവേഴ്സ്. അപ്പോൾ ആദ്യം a പ്ലസ് 2i കണ്ടുപിടിക്കണം. ഐഗൺ വാല്യൂസ് ഓഫ് a പ്ലസ് 2i ഇത് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ എയുടെ സ്ഥാനത്തേക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 2 സ്ക്വയർ പ്ലസ് 2 then minus 1 the whole square plus 2 comma last one 0 square plus 2. Simplify ചെയ്യുമ്പോൾ 6 ഇത് 3 and this is 2. 6 3 2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഐഗൺ വാല്യൂസ് എല്ലാം നോൺ സീറോ ഐഗൺ വാല്യൂസ് ആണ്. 2 3 6 നോൺ സീറോ ഐഗൺ വാല്യൂസ് ആണ്. അപ്പോൾ ഡിറ്റർമിനന്റ് 0 ആവുമല്ലോ. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ ഒരു ഐഗൺ വാല്യൂ എങ്കിലും 0 ആയിരിക്കും. അപ്പോൾ ഇതൊരു നോൺ സീറോ മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണ് ഈ a പ്ലസ് 2i എന്ന് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ഐഗൺ വാല്യൂസ് ഓഫ് a പ്ലസ് 2i ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു, അപ്പോൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ. a പ്ലസ് 2iയുടെ ഐഗൺ വാല്യൂസ് ഇതാണ്. ഇതിൻ്റെയൊക്കെ റെസിപ്രോക്കൽസ് എടുത്താൽ മതിയാവും. 1/6 1/6 1/3 and 1/2. ഇതായിരിക്കും a പ്ലസ് 2i ഓൾ ഇൻവേഴ്സിൻ്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയാം. ഇനി അതുപോലെ ഒരെണ്ണം കൂടിയുണ്ട്. ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് എ ട്രാൻസ്പോസ് ആണ്. എ ട്രാൻസ്പോസിൻ്റെയും എയുടെയും ഐഗൺ വാല്യൂസ് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. സോ ഐഗൺ വാല്യൂസ് ഓഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐഗൺ വാല്യൂസ് ഓഫ് എ തന്നെ ആയിരിക്കും. എയുടെ ഐഗൺ വാല്യൂ നമ്മൾ പ്രോബ്ലത്തിൽ പറഞ്ഞു 2 - 1 0 ആണ്. അപ്പോൾ അതിന് വ്യത്യാസമൊന്നുമില്ല. 2 - 1 0 ആയിരിക്കും അതിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം. ഫൈൻഡ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഐഗൺ വാല്യൂസ് without using characteristic equation of a is equal to. ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഐഗൺ വാല്യൂസ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ലൈക്ക് 1 1 3 1 5 1 3 1 1. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്രം തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു ഇൻഫർമേഷനും കൂടി വേണം. where one of the eigenvalues is, ഒരു ഐഗൺ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് -2 ആണ്. ഓക്കെ, -2 എന്ന് പറയുന്ന ഒരു ഐഗൺ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ മെട്രിക്സ് തന്നിട്ടുള്ളൂ. ബാക്കി രണ്ട് ഐഗൺ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റർ യൂസ് നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ പ്രോബ്ലത്തിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉപയോഗിക്കാതെ ഒരു ഐഗൺ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് -2. ബാക്കി ഐഗൺ വാല്യൂ രണ്ടും ഈ മെട്രിക്സിൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മൾ പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ കണ്ടുപിടിക്കാം. നമ്മൾ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഐഗൺ വാല്യൂസ് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ലെറ്റ് ലാംഡ ഈസ് ഈക്വൽ ടു, ഒരെണ്ണം നമുക്ക് തന്നിട്ടുണ്ട് -2, ഒരെണ്ണം -2 ആണ്. ബാക്കി രണ്ടെണ്ണം നമുക്ക് അറിഞ്ഞുകൂടാ. അതിനെ നമുക്ക് ഒരെണ്ണത്തിന് λ1 എന്നും അടുത്തതിനെ λ2 എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ λ1 ഉം λ2 ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്ന പ്രോപ്പർട്ടീസ് എഴുതാം. വി ഹാവ് സം ഓഫ് ഐഗൺ വാല്യൂസ്, നമ്മൾ ഫസ്റ്റ് പഠിച്ച പ്രോപ്പർട്ടിയാണ്. സം ഓഫ് ഐഗൺ വാല്യൂസ് ഈക്വൽ ടു ട്രേസ് ഓഫ് എ എന്ന് പറയാം അല്ലേ. അപ്പോൾ സം ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് -2 പ്ലസ് λ1 പ്ലസ് λ2 ഈക്വൽ ടു ട്രേസ് ഓഫ് എ എന്ന് പറയുന്ന മെട്രിക്സ് അറിയാമല്ലോ. അപ്പോൾ ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് 5 + 2 7 ആയിരിക്കും.
ഓക്കെ 5 + 2 7 എന്ന് കിട്ടും. അപ്പോൾ ഈ 2 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് പറയാം λ1 + λ2 = 9 എന്ന് എഴുതാം. ഇത് ഒരു ഇക്വേഷൻ വിളിക്കും. ഇതാണ് ഒരു ഇക്വേഷൻ. ഇനി വീണ്ടും നമുക്കറിയാവുന്ന ഇതിപ്പോൾ നമ്മൾ ഒരെണ്ണമാണ് പറഞ്ഞത്, സം ഓഫ് ദി ഐഗൺ വാല്യൂസ് പറഞ്ഞത്. ഇതുപോലെ നമുക്ക് മെട്രിക്സിനെ സംബന്ധിച്ച് വേറൊരു കാര്യം അറിയാം അല്ലെ, പ്രൊഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ്. പ്രൊഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ എന്നാ പറയാം അല്ലെ. അപ്പോൾ ആദ്യം ഡിറ്റർമിനന്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കേണ്ടി വരും. ഡിറ്റർമിനന്റ് ഓഫ് എ. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് 1 ടൈംസ് 5 - 1 മൈനസ് 1 ടൈംസ് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം കളയാം, അപ്പോൾ 1 - 3 പ്ലസ് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം കളയാം 3 ടൈംസ് ഫസ്റ്റ് റോയും ലാസ്റ്റ് കോളം കളയാം അല്ലെ, 3 ടൈംസ് 1 - 15 എഴുതാം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 - 2 - 1 പ്ലസ് 2 -14 ടൈംസ് 3 -14 -42. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -36 എന്ന് കിട്ടും. ഇപ്പോൾ -36. അപ്പോൾ ഇതാണ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടാം. ദാറ്റ് മീൻസ് പ്രൊഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ് -2 ടൈംസ് λ1 ടൈംസ് λ2 is equal to -36 എന്ന് കിട്ടും. ഓക്കെ, ഇതൊരു -2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ λ1 λ2 is equal to -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 18 എന്ന് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ 2. ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഒന്ന് λ1 + λ2 is equal to 9, അടുത്ത് λ1 λ2 is equal to 18. അതായത് സം എടുത്താൽ 9 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്താൽ 18 കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് പറയാം അല്ലേ. സം ചെയ്യുമ്പോൾ 9 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 കിട്ടണം. അപ്പോൾ 6ഉം 3 എടുത്താൽ പോരെ. 6 + 3 is equal to 9, 6 times 3 is equal to 18 കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം 6 plus, so from 1 and 2, so from 1 and 2, okay, λ1 is equal to 6 and λ2 is equal to 3. അതായത് സം ചെയ്യുമ്പോൾ 9ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18ഉം കിട്ടുന്ന രണ്ട് വാല്യൂസ് 6ഉം 3ഉം ആണ്. അപ്പോൾ നമുക്ക് ഐഗൺ വാല്യൂസ് എല്ലാം കിട്ടും അല്ല. അപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉപയോഗിക്കാതെ തന്നെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിച്ചു. അപ്പോൾ ഒരെണ്ണം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു -2, 3 and 6. So these are all the 3 ഐഗൺ വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ എക്സാമിന് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഒന്ന് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉപയോഗിക്കാതെ ഏതെങ്കിലും ഒരു ഐഗൺ വാല്യൂ തന്നിട്ട് ബാക്കിയുള്ള ഐഗൺ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, പിന്നെ ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ടാവില്ല, പകരം അതിൻ്റെ ഐഗൺ വാല്യൂസ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക, ഒരു മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ്. എന്നിട്ട് ആ മെട്രിക്സ് കൊണ്ടുണ്ടാകുന്ന വേറെ മെട്രിക്സുകളുടെ ഐഗൺ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോക്കി പഠിക്കാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് കെയ്ലി ഹാമിൽട്ടൺ തിയറം ആണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സിമ്പിളാണ്. Every square matrix satisfies its own characteristic equation. ഓക്കെ, അപ്പോൾ അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ സാറിന് ഇൻ ടൈംസ് ഓഫ് ലാംഡ എഴുതാം അല്ലേ. ആ ലാംഡയ്ക്ക് പകരം ആ സ്ക്വയർ മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ആ ഇക്വേഷൻ ശരിയാകും. അതാണ് ഈ തിയറം പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, that is if lambda to the power n minus plus some a
n minus 1 lambda n minus 1 plus a n minus 2 lambda n minus 2 plus etc. plus a1 lambda plus a naught is equal to 0 is the characteristic equation of A. Then ഓക്കെ, അപ്പോൾ എന്ന് പറയുന്നത് ഒരു n by n മാട്രിക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കുമല്ലോ, ഒരു nth ഡിഗ്രി പോളിനോമിയൽ ആണ് കിട്ടും. ഞാനത് ഇൻ ടൈംസ് ഓഫ് ലാംഡ എഴുതുന്നേ ഉള്ളൂ. ഇതൊക്കെ ഏതോ വാല്യൂസ് ആണ്, നമുക്ക് അൺനോൺ ആയിട്ട് വരുന്നതുകൊണ്ട് നമ്മളത് a നോട്ട് a1 എക്സ്ട്രാ n മൈനസ് 1 വരെ കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജനറലി നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബൈ കെയ്ലി ഹാമിൽട്ടൺ തിയറം നമുക്ക് പറയാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അതായത് ഈ ഇക്വേഷനകത്തേക്ക്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ, ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയാം. ഈ ഇക്വേഷനകത്തേക്ക് ലാംഡയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമ്മുടെ മെട്രിക്സ് എ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതാണ് തിയറം സ്റ്റേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ബൈ കെയ്ലി ഹാമിൽട്ടൺ തിയറം a to the power n plus small a n minus 1 then big A n minus 1 plus etc. plus a1 a plus a naught, ഇതെല്ലാം ഇപ്പോൾ മെട്രിക്സിലാണ്, ഇതെല്ലാം മെട്രിക്സുകളാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കോൺസ്റ്റന്റ് മാത്രമേ എഴുതാൻ പറ്റില്ല, അത് മെട്രിക്സ് ആയിരിക്കണം. അവിടെ നമ്മൾ എഴുതുന്ന മെട്രിക്സ് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, ഇതാണ് കെയ്ലി ഹാമിൽട്ടൺ തിയറം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിൽ അതിനകത്ത് ലാംഡയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? തന്നിരിക്കുന്ന സ്ക്വയർ മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അത് സാറ്റിസ്ഫൈ. അപ്പോൾ ഈ തിയറത്തിനെയാണ് നമ്മൾ എന്ത് പറയാം? കെയ്ലി ഹാമിൽട്ടൺ തിയറം എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഇതിൻ്റെ ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ പർപ്പസിൻ്റെ ഒക്കെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം, ഒരു എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ. So let me take A as 1 2 2 1 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് എഴുതാമല്ലോ. സോ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ മൈനസ്, ഇവിടെ ട്രേസ് എന്ന് പറയുന്നത് 2 ആണ്, 2 ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് 1 മൈനസ് 4 മൈനസ് 3 ആണ് കിട്ടുക, ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ കെയ്ലി ഹാമിൽട്ടൺ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെയ്ലി ഹാമിൽട്ടൺ തിയറം പറയുന്നത് ഈ ലാംഡയുടെ സ്ഥാനത്തേക്ക് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ശരിയാവും എന്നാണ്. ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് 2a മൈനസ് 3i ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ കെയ്ലി ഹാമിൽട്ടൺ തിയറം പറയാം. ഓക്കെ, ലാംഡയുടെ സ്ഥാനത്ത് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ശരിയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എയുടെ ഹയർ പവേഴ്സ് നമുക്ക് കാണണമെന്ന് വിചാരിക്കാം. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ 2a പ്ലസ് 3i എന്ന് കിട്ടും അല്ലേ, എ സ്ക്വയർ എന്നുള്ളത് ഇങ്ങനെ കിട്ടും. ഇനി എന്തായിരിക്കും എ ക്യൂബ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ എ ക്യൂബ് എന്ന് പറയുന്നത് ഇതിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മതി, കംപ്ലീറ്റ് ഇക്വേഷൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആയിരിക്കും. അപ്പോൾ 2a സ്ക്വയർ പ്ലസ് 3a എന്നാണ് കിട്ടുക. വീണ്ടും എന്താണ് എ സ്ക്വയർ? എ സ്ക്വയർ എന്ന് പറയുന്നത് 2a പ്ലസ് 3a ആണ്. സോ 2 ടൈംസ് 2a പ്ലസ് 3i പ്ലസ് 3a ഇങ്ങനെ എഴുതാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 ടൈംസ് 2 4a പ്ലസ് 3a 7a പ്ലസ് 6i എന്ന് കിട്ടും. അപ്പോൾ ആക്ച്വലി ഇവിടെ നമ്മളൊരു ഫുള്ള് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല എ ക്യൂബ് കണ്ടുപിടിക്കാൻ. 7 ടൈംസ് എ നമുക്കറിയാമല്ലോ, ഇതിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് അതിൻ്റെ ഡയഗണൽ എൻട്രീസിന് കൂടെ എല്ലാം 6 ആഡ് ചെയ്യുക, അപ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആയിരിക്കും എ ക്യൂബ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇതാണ് കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിൻ്റെ. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എയുടെ ഹയർ പവേഴ്സ് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ, ഓക്കെ ഇവിടെ സോ ഇഫ് എ ഈസ് ഇൻവേർട്ടിബിൾ, ഇപ്പോൾ ഡിറ്റർമിനന്റ് നോക്കിയാൽ മതി. എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഈ ഇക്വേഷൻ 1നെ
1 ബൈ എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് കൊണ്ട് ഇക്വേഷൻ 1നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1 എന്ന് പറയുന്നത്. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, വിൽ കോൾ ദിസ് ആസ് ഇക്വേഷൻ 2. ഓക്കെ, അപ്പോൾ 2 എന്ന് പറയുന്ന ഇക്വേഷനെ എന്ത് ചെയ്യാം? എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനെ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ മൈനസ് 2i മൈനസ് 3 എ ഇൻവേഴ്സ് എന്നാണ്. നമുക്ക് എഴുതാം. അതായത് എ ഇൻവേഴ്സ് ടൈംസ് എ സ്ക്വയർ മൈനസ് 2i മൈനസ് 3i ഈക്വൽ ടു, റൈറ്റ് സൈഡിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, 0 ആയതുകൊണ്ട് 0 ആയി പോയാൽ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻവേഴ്സും എ സ്ക്വയറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എ ആണ് കിട്ടുക. മൈനസ് എ ഇൻവേഴ്സും എയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഐ ആണ്. അപ്പോൾ എ മൈനസ് 2i മൈനസ് അടുത്തത് 3 എ ഇൻവേഴ്സും ഐയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 എ ഇൻവേഴ്സ് ഈക്വൽ ടു 0 കിട്ടും. ദാറ്റ് ഈസ് എ മൈനസ് 2i ഈക്വൽ ടു 3 എ ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓർ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ മൈനസ് 2i ബൈ 3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ വലിയ കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എ ഇൻവേഴ്സും നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിന്റെ ഐഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് എ ഇൻവേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ അത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്കറിയാം. അപ്പോൾ എ മൈനസ് 2i ബൈ 3 കണ്ടു കഴിയുമ്പോൾ എന്ത് കിട്ടിക്കോളും? എ ഇൻവേഴ്സ് കിട്ടിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് എന്തിൻ്റെ അഡ്വാൻറ്റേജ്? കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിന്റെ അഡ്വാൻറ്റേജസ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, okay, so we'll do one more question. Find the characteristic equation of the matrix A is equal to 2 1 1 0 1 0 1 1 2. ഇതാണ് matrix. Find the characteristic equation of the matrix. Okay, and hence compute A inverse. Also simplify ഒരു വലിയൊരു എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് a to the power 8 minus 5 a to the power 7 plus 7 a to the power 6 minus 3 a to the power 5 plus a to the power 4 minus 5a cube plus 8a square minus 2a plus I. ഒരു വലിയ എക്സ്പ്രഷൻ ആണ്. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അതാണ് ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് ആൻസർ ചെയ്യാൻ പോകുമ്പോൾ ആദ്യം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. സോ ദാറ്റ് ഈസ് ലാംഡ ക്യൂബ് മൈനസ്, ഞാൻ ഫോർമുല എഴുതുന്നില്ല, ട്രേസ് ഓഫ് എ. അല്ലെ, ഫോർമുല നമ്മൾ ഓൾറെഡി കുറേ പ്രാവശ്യം കണ്ടതാണ്, തൊട്ട് മുമ്പത്തെ സെഷനിൽ കണ്ടതാണ്. അപ്പോൾ ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് 5 ലാംഡ സ്ക്വയർ പ്ലസ് അടുത്ത് m11 2 എന്ന് കിട്ടും, പ്ലസ് m22 4 മൈനസ് 1 3 എന്ന് കിട്ടും, ആൻഡ് m33 ലാസ്റ്റ് റോ ലാസ്റ്റ് കോളം 2 എന്ന് കിട്ടും. ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് ദിസ്, ഡിറ്റർമിനന്റ് 2 ടൈംസ് 2 പ്ലസ് 1 ടൈംസ്, ഞാൻ ഫസ്റ്റ് കോളം വെച്ചിട്ടാണ് ചെയ്തത്, 1 മൈനസ് 0 മൈനസ് 1 എന്ന് കിട്ടും. അപ്പോൾ 4 മൈനസ് 1 ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ ഡിറ്റർമിനന്റ് 3 ആണ്, ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ലാംഡ ക്യൂബ്
minus 5 lambda square plus 7 lambda minus 3 equal to 0 എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. എ ഇൻവേഴ്സ്. അപ്പോൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് കെയ്ലി ഹാമിൽട്ടൺ തിയറം ഉപയോഗിക്കാം. ഓക്കെ, സോ ബൈ കെയ്ലി ഹാമിൽട്ടൺ തിയറം ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനകത്തേക്ക് നമ്മൾ മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എ ക്യൂബ് മൈനസ് 5a സ്ക്വയർ പ്ലസ് 7a മൈനസ് 3i ഈക്വൽ ടു 0. ഇതാണ് നമ്മളിവിടെ കണ്ട ഇക്വേഷൻ. ബട്ട് ദാറ്റ് വാസ് ഇൻ ടേംസ് ഓഫ് ലാംഡ. So it's enough to replace lambda by a, and this is what you will get. A cube minus 5a square plus 7a minus 3a equal to 0. നമ്മുടെ ഉദ്ദേശം എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എ ഇൻവേഴ്സ്. ആൻഡ് ഹിയർ വി ഗോട്ട് ഡിറ്റർമിനന്റ് ഇസ് ഈക്വൽ ടു 3. ദാറ്റ് മീൻസ് എ ഇസ് എ നോൺ സിംഗുലർ മാട്രിക്സ്. അത് നമുക്ക് ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ എക്ക് തീർച്ചയായിട്ടും ഡിറ്റർമിനന്റ് നോൺ സീറോ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സിൻസ് determinant of a not equal to 0, I call this as 3. Let this be 1 and this be 2. Okay. Since determinant of a not equal to 0, multiply 2 by a inverse. The first equation full a inverse കൊണ്ട് multiply ചെയ്യാം. അപ്പോൾ എ ക്യൂബ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്, മൈനസ് 5 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ആണ്. ഒരു എ ക്യാൻസൽ ആയി പോകും, അതാണ് ഇത് മീനിങ്. 7 എ ടൈംസ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐ ആണ്. 7i മൈനസ് 3 എ ഇൻവേഴ്സ് ഈക്വൽ ടു 0 കിട്ടും. ഇത് നമ്മൾ എ ഇൻവേഴ്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? ഓക്കെ, അപ്പോൾ 3a ഇൻവേഴ്സ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i എന്ന് എഴുതാം. ഓർ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/3 ടൈംസ് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i എന്ന് എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ആക്ച്വലി ഇവിടെ നമ്മളിപ്പോൾ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. എ സ്ക്വയറും 5 എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷേ അത് വലിയ ക്വസ്റ്റൻ ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇറ്റ്സ് ഇനഫ് ടു റൈറ്റ് അപ് ടു ദിസ്. റൈറ്റ് ഓർ എക്സ്പ്രസ് എ ഇൻവേഴ്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കാമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എ ഇൻവേഴ്സ് കിട്ടി. ഇനി അടുത്ത് നമുക്കൊരു വലിയ ഒരു എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ട് അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സിംപ്ലിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയാം. ഓക്കെ, ഞാനൊന്ന് എഴുതാം. So given that a to the power 8 minus 5a to the power 7 plus 7a to the power 6 minus 3a to the power 5 plus a to the power 4 minus 5a cubed plus 8a square minus 2a plus I is equal to 0. ഇതാണ് നമ്മുടെ വലിയ ഇക്വേഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ ആദ്യത്തെ 3 ടേം ഉണ്ടല്ലോ, ഇത് 3 എണ്ണത്തിൽ നിന്നും നമുക്ക് a to the power 6 ഔട്ട്സൈഡ് എടുക്കുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, a to the power 6 ഔട്ട്സൈഡ് എടുക്കുന്നു എന്ന് വിചാരിക്കും. ആദ്യത്തെ 4 ടൈമിൽ ഓക്കെ ഫസ്റ്റ് വെയിറ്റ്, ഈ ആദ്യത്തെ 4 ടൈം ഒന്നിച്ചെടുക്കുക. അതിൽ നിന്ന് നമുക്കിപ്പോൾ ഏറ്റവും വലിയ ടൈം a to the power 5 ആണ്. അപ്പോൾ a to the power 5 ഔട്ട്സൈഡ് എടുത്താൽ ഇത് a ക്യൂബ് മൈനസ് 5a സ്ക്വയർ പ്ലസ് 7a മൈനസ് 3 എന്ന് കിട്ടും അല്ലേ? ഇങ്ങനെയാണ് കിട്ടുക. അതിനുശേഷം
ബാക്കിയുള്ള ടേമുകളിൽ നിന്ന് a to the power 4 minus 5a cube plus നമുക്കിവിടെ വേണ്ടത് ആക്ച്വലി ഇതിനെ സംബന്ധിച്ചാൽ ഈ ടൈം നമുക്ക് ഓൾറെഡി എന്താണെന്ന് അറിയാം. എ ക്യൂബ്, അതാണ് നമ്മുടെ കെയ്ലി ഹാമിൽട്ടൺ ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. എ ക്യൂബ്, ഇതാണ് ഇക്വേഷൻ. എ ക്യൂബ് മൈനസ് 5a സ്ക്വയർ പ്ലസ് 7a മൈനസ് 3i എന്ന് പറയുന്ന ഈ ടൈം എന്ന് പറയുന്നത് 3i ഉണ്ട് ഇവിടെ. ഇത് എപ്പോഴും എന്തായിരിക്കും? ഇത് 0 ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ടേമുകൾ ഇവിടെ കിട്ടാൻ പറ്റുമെന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഓക്കെ, ഈക്വൽ ടു 0 ഇല്ല, സിംപ്ലിഫൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഈ രണ്ടാമത്തെ ടേമിൽ നിന്നും നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി ഇങ്ങനെ എഴുതാം. രണ്ടാമത്തെ ടേം നമുക്ക് ഇങ്ങനെ എഴുതാം. a to the power 4 മൈനസ് 5a ക്യൂബ്. നമുക്ക് വേണ്ടത് ഇനി 7a സ്ക്വയർ ദെൻ മൈനസ് 3i. ഇത്രയും ടൈമാണ് നമുക്ക് വേണ്ടത്. മൈനസ് 3i എന്നാക്കാം. അങ്ങനെ എടുക്കാം. ഇവിടെ നമ്മളിപ്പോൾ അതായത് എ സ്ക്വയർ ഇവിടെ 8a സ്ക്വയർ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ 7a സ്ക്വയർ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഒരു a സ്ക്വയർ അഡീഷണൽ ഇവിടെ മിച്ചം വരും. അതുപോലെ ആക്ച്വലി ഇവിടെ മൈനസ് 3 ഉണ്ടായിരുന്നു, പക്ഷെ മൈനസ് 3 എഴുതി. അപ്പോൾ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ഞാൻ കുറച്ചു, അപ്പോൾ അത് കൂട്ടണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്ലസ് എഴുതാം. ആൻഡ് ഫൈനലി we have plus I. Okay, and first part 0 ആയി. a to the power 5 times 0 പ്ലസ് ഈ രണ്ടാമത്തെ ബ്രാക്കറ്റിൽ നിന്ന് a ഔട്ട്സൈഡ് എടുത്താൽ അത് വീണ്ടും a ക്യൂബ് മൈനസ് 5a സ്ക്വയർ പ്ലസ് 7a മൈനസ് 3i എന്ന് കിട്ടും. അത് വീണ്ടും 0 ആണ്. പ്ലസ് a സ്ക്വയർ പ്ലസ് a പ്ലസ് i എന്ന് കിട്ടും. a സ്ക്വയർ പ്ലസ് a പ്ലസ് i എന്ന് കിട്ടും, which is equal to, and this one is also 0. So a to the power 5 times 0 plus a times 0 plus a square plus a plus i എന്ന് കിട്ടും, and which is equal to a square plus a plus i എന്ന് കിട്ടും. ഇതൊരു കുറച്ചൊരു വലിയ പ്രോബ്ലം ആണല്ലേ. ഇത് സിംപ്ലിഫിക്കേഷൻ ആണ്, അഡ്ജസ്റ്റ്മെന്റ് സിംപ്ലിഫിക്കേഷൻ ആണ്. നമ്മൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ. അതായത് ഈ a ക്യൂബ് മൈനസ് 5a സ്ക്വയർ പ്ലസ് 7a മൈനസ് 3 എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്കറിയാം, കെയ്ലി ഹാമിൽട്ടൺ തിയറം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ടേമുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ ബാക്കിയുള്ള ടേമിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഈ 8a സ്ക്വയർ അങ്ങനെ തന്നെ എഴുതാതെ അതിന് 7a സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്നും, അതുപോലെ ഈ മൈനസ് 2a അങ്ങനെ തന്നെ എഴുതാതെ മൈനസ് 3a പ്ലസ് a എന്നും നമ്മൾ എഴുതും. അപ്പോൾ ഈ ടൈമിനകത്ത് ഒരു a ഔട്ട്സൈഡ് എടുക്കുമ്പോൾ അത് മുഴുവൻ 0 ആയി പോകുന്ന രീതിയിലേക്ക് കിട്ടും. അപ്പം സോ ദി ഫൈനൽ റിമൈൻഡർ ടൈം ഇസ് a സ്ക്വയർ പ്ലസ് a പ്ലസ് i. ഇതിന് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. a എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ a സ്ക്വയറും എയും ഐയും ഒക്കെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഓൾറൈറ്റ്. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ ചോദിക്കുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഐഗൺ വാല്യൂസ്, ഇഫ് യു ആർ ഗിവൺ certain eigenvalues of a matrix, how can we find the other eigenvalues, and how can we find the eigenvalues of the matrix obtained from the given matrix. Okay, and then we have seen how to find or what is Cayley-Hamilton theorem and what are its applications to obtain the higher powers of the matrix and to obtain the inverse of a matrix. Okay, so these are the topics that we have discussed in this session. Okay, so okay, the homeworks will be assigned later. Okay, anyway, first you understand these concepts and ideas. All right, I think we can wind up this session. Okay, thank you.